ടൈംസ് നൗ പറയുന്ന കേരളത്തിൽ LDF-ന് ഇതാണ് 0. UDF-ന് പിന്നെ 20 BJP ഉണ്ടല്ലേ, BJP-ക്ക് 1 മുതൽ 3 വരെയും UDF-ന് 17 മുതൽ 19 വരെയും. ടൈംസ് നൗ അങ്ങനെയാണ് ഈ സർവേയിലൂടെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം കുറിച്ച് വെച്ചോളുക, ഇതാണ് കേരളത്തിൽ ടൈംസ് നൗ കാണുന്നത്. അപ്പോൾ രാജേന്ദ്രോ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നോക്കിയപ്പോൾ 543 അപ്പുറത്ത്. അതെ, അതൊക്കെ ഇപ്പോൾ ഈ സർവേ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആകെ ഇതേവരെ റിപ്പബ്ലിക് ടിവിയും NDTV-യും മാത്രമാണ് സർവേ മൊത്തത്തിലുള്ളൊരു ചിത്രം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും ഒരു 8-10 സർവേകൾ കൂടി ഇനിയും വരാനുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്ന ഈ 2 സർവേകളുടെയും NDTV-യുടെയും റിപ്പബ്ലിക്കിൻ്റെയും അതിൻ്റെ പ്രവചനങ്ങൾ നമ്മൾ കാണിച്ചു. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മുടെ ഇന്ത്യ ടുഡേ ചാനൽ പറയുന്നത് കർണാടകത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നാണ്. കർണാടകത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ കർണാടകത്തിൽ ഒരു 22 സീറ്റുകൾ വരെ അവിടെ BJP നേടും. നേരെ തിരിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടു. അതാണ് ചൂണ്ടിക്കാണിക്കേണ്ട വസ്തുത. അതായത് 25 സീറ്റുണ്ട്, വിഷയങ്ങൾ പലതും അവർക്കെതിരാണ് എന്ന പൊതുനിരീക്ഷണം നിൽക്കുന്നു. പക്ഷേ അത് സീറ്റായി വലിയ തിരിച്ചടി സംഭവിക്കാത്ത വിധം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു അല്ലേ? അതെ, BJP-ക്ക് അവിടെ വ്യക്തമായ മേൽക്കൈയുണ്ട്. ഒരു 22 സീറ്റുകൾ വരെ BJP നേടിയേക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യ ടുഡേ പറയുന്നത്. ഇന്ത്യ ടുഡേ എല്ലാം തന്നെ ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ചാണ്, ഈ മൊത്തത്തിലുള്ള കണക്ക് പറയാതെ ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ച് ഇപ്പോൾ അവർ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മളൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാനുള്ളത് ഈ കർണാടകത്തിലാണ്. റൈറ്റ്. അതായത് ഈ റിപ്പബ്ലിക് TV ഒക്കെ നാഷണൽ ലെവലിൽ BJP അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്ന ഒരു പൊതുവായ സർവേ പ്രവചനമാണോ? ഇന്ത്യ ടുഡേ അതേസമയം സ്റ്റേറ്റ് വൈസ് തിരിച്ചു പറയുകയാണോ? റിപ്പബ്ലിക് TV ഒന്നും അങ്ങനെ പറയുന്നില്ല. NDTV-യും റിപ്പബ്ലിക് TV-യും ഒക്കെ അവരെങ്ങനെയാണ്, സ്റ്റേറ്റ് വൈസ് ആണോ അവരുടെ പ്രൊഡിക്ഷൻ? അല്ല, അവർ ഈ റിപ്പബ്ലിക് ടിവിയും NDTV-യും ആദ്യം തന്നെ അവരുടെ മൊത്തത്തിലുള്ള ഇതിന്റെ പ്രവചനം നടത്തി. ആകെ എത്ര സീറ്റുകൾ വീതമെന്ന പ്രവചനം നടത്തി. മറ്റ് സർവേകളെല്ലാം തന്നെ സ്റ്റേറ്റ് തിരിച്ചുള്ള സർവേകളാണ് നടത്തുന്നത്. ഈ മീഡിയ കോമ്പറ്റീഷൻ്റെ ഭാഗമാണ്. അവർ നിങ്ങളിങ്ങനെ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നിൽക്കാതെ ആദ്യം തന്നെ എടുത്ത് പൊട്ടിച്ചു. അതായത് BJP വരാൻ പോകുന്നു എന്ന് ആദ്യം തന്നെ റിപ്പബ്ലിക് TV പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സംസ്ഥാനമൊക്കെ പറഞ്ഞ് ആകെ കൂട്ടിയെടുക്കാനാണ് നോക്കുന്നത് അല്ലേ? ഇതാണ് രണ്ട് പാറ്റേൺ. അതുപോലെ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷ പോലെ തന്നെ അവിടെ ഇന്ത്യ മുന്നണി, അതായത് DMK സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഇവർ നമ്മുടെ ഇന്ത്യ ടുഡേ പറയുന്നത്.